ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മാജിക് ഒനിയൻ. മാജിക് ഒനിയൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മളൊരു അച്ചാർ റെസിപ്പി ആയിട്ടാണ് വന്നേക്കുന്നത്. നമ്മൾ സാധാരണ ഉണ്ടാക്കുന്ന അച്ചാറിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് ചിക്കനും കൊണ്ട് എങ്ങനെയാണ് അച്ചാർ ഉണ്ടാക്കുന്നതെന്നാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണിക്കുന്നത്. സാധാരണയായിട്ട് നമ്മൾ ബീഫും ഫിഷൊക്കെ വെച്ചിട്ട് അച്ചാർ ഉണ്ടാക്കിയിട്ടുണ്ടാവും. ചിക്കൻ വെച്ചിട്ട് നമ്മൾ അധികം അങ്ങനെ ട്രൈ ചെയ്തിട്ടില്ല അച്ചാർ എങ്ങനെയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ സിമ്പിളായിട്ട് തന്നെ നമുക്ക് ചിക്കൻ വെച്ചിട്ട് അച്ചാർ തയ്യാറാക്കാൻ അധികം സമയമൊന്നും എടുക്കത്തില്ല. അധികം ഇൻഗ്രീഡിയൻസ് ഒന്നും നമ്മളിതിൽ ആഡ് ചെയ്യുന്നില്ല. ഇപ്പോൾ വീട്ടിലുണ്ടാക്കുമ്പോൾ നമുക്ക് നല്ല ടേസ്റ്റായിട്ട് ചൊറുക്കൊന്നും അധികം ആഡ് ചെയ്യാണ്ട് ഒത്തിരി കെമിക്കൽസ് ഒന്നും ഇതിൽ ചേർക്കാണ്ട് നമുക്ക് സിമ്പിളായിട്ട് വീട്ടിൽ തയ്യാറാക്കി എടുക്കാം ചിക്കൻ അച്ചാർ. ഇന്നത്തെ ചിക്കൻ അച്ചാറിൻ്റെ ഒരു പ്രത്യേകത, നമ്മൾ അച്ചാർ പൊടിയൊന്നും ചേർക്കുന്നില്ല. ഇതിൽ അച്ചാർ പൊടിയൊന്നും ഇല്ലാണ്ട് തന്നെ അതേ ടേസ്റ്റിൽ തന്നെ നമുക്ക് ചിക്കൻ അച്ചാർ റെഡിയാക്കി എടുക്കാം. അപ്പോൾ അതിന് വേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് അതിന് നമ്മൾ ആഡ് ചെയ്യുന്നതെന്നൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണിക്കുന്നത്. നല്ല നാവിൽ നല്ല രുചിയോറും ചിക്കൻ അച്ചാർ തയ്യാറാക്കുന്നതിൻ്റെ റെസിപ്പി എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ അതിനായിട്ട് ആദ്യം ആവശ്യം വരുന്നത് നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആയിട്ടുള്ള ചിക്കൻ തന്നെയാണ്. അപ്പോൾ നമ്മൾ ആ ചിക്കനിൽ നിന്നും അതിൻ്റെ ഇറച്ചി ഭാഗം മാത്രം കട്ട് ചെയ്തെടുത്തേക്കാണ്. എല്ലൊക്കെ സെപ്പറേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ ഒരു ചിക്കനാണ് നമ്മൾ എടുത്തേക്കുന്നത്. അതിലൊട്ടും എല്ലില്ലാത്ത രീതിയിൽ കട്ട് ചെയ്ത് ഇതുപോലെ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ചിക്കൻ എടുക്കുമ്പോൾ അതിൻ്റെ ഒരു പ്രത്യേകത, കൂടുതലും അതിൻ്റെ എല്ലൊക്കെ ആയിരിക്കും. അപ്പോൾ നമ്മളൊരു 4 കിലോളം ചിക്കൻ എടുത്തപ്പോഴാണ് അതൊരു 2 കിലോ നമുക്ക് ഈ ഒരു എമൗണ്ടിൽ കിട്ടുന്നത്, അതിൻ്റെ ഒരു ചിക്കൻ പീസായിട്ട് കിട്ടുന്നത്. നമുക്ക് കറക്റ്റ് ഷേപ്പിലൊന്നും കട്ട് ചെയ്തെടുക്കാൻ പറ്റില്ല, പക്ഷേ ഓൾമോസ്റ്റ് ഈ ഒരു ഷേപ്പിൽ നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഒത്തിരി ചെറുതായിട്ടല്ല കട്ട് ചെയ്തേക്കുന്ന കാര്യം, ഇത് നമ്മൾ വറുത്തെടുത്ത് കഴിയുമ്പോൾ അത് കുറച്ചുകൂടി ഒന്ന് ചുങ്ങിപ്പോകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അത്യാവശ്യം കുറച്ച് വലിയ സൈസിൽ തന്നെയാണ് നമ്മളിത് കട്ട് ചെയ്ത് മാറ്റി വെച്ചേക്കുന്നത്. അപ്പോൾ ചിക്കൻ എല്ലൊക്കെ സെപ്പറേറ്റ് ചെയ്തതിന് ശേഷം നല്ലോണം കഴുകി വൃത്തിയാക്കി വെള്ളം ഒട്ടുമില്ലാത്ത രീതിയിൽ നമ്മൾ മാറ്റി വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് വേണം നമ്മൾ പൊടികളൊക്കെ ആഡ് ചെയ്ത് കൊടുക്കാം. പൊടികൾ ആഡ് ചെയ്തിട്ട് നല്ലോണം ഒന്ന് തിരുമ്മി കുറച്ച് സമയം മാറ്റി വയ്ക്കുകയാണെങ്കിൽ അത്രയും നല്ലതായിരിക്കും. അപ്പോൾ വെള്ളം ഒട്ടും ഇല്ലാത്ത രീതിക്ക് ആക്കി വെച്ചിട്ടുണ്ട്. ഇനി അതിലേക്ക് പൊടികൾ ആഡ് ചെയ്യുകയാണ്. നമ്മൾ 1/2 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി ചേർക്കുന്നുണ്ട്, 1/2 ടീസ്പൂണോളം ഉപ്പും കൂടെ ചേർത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് 1/2 ടീസ്പൂണോളം മുളക് പൊടി ചേർക്കുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ ചിക്കന് വേണ്ട മാത്രം പൊടികളാണ് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. 1/2 ടീസ്പൂണോളം കാശ്മീരി മുളക് പൊടിയും കൂടെ അതിലേക്ക് ചേർത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് ചൊറുക്കയാണ് ചേർക്കുന്നത്. 2 ടേബിൾ സ്പൂണോളം ചൊറുക്കയും കൂടെ ചേർത്തിട്ടുണ്ട്. ഇനിയും എല്ലാം കൂടെ നമുക്ക് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇത്രയും പൊടികളാണ് നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തത്. 1/2 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂണോളം മുളക് പൊടി, 1/2 ടീസ്പൂണോളം കാശ്മീരി, 2 ടേബിൾ സ്പൂൺ ചൊറുക്ക അല്ലെങ്കിൽ വിനാഗിരി, ഇത്രയും ആഡ് ചെയ്തിട്ട് കൈ വെച്ചിട്ട് നല്ലോണം ആ പൊടിയൊക്കെ എല്ലാ സ്ഥലത്തേക്കും സ്പ്രെഡ് ആവുന്ന രീതിയിൽ നല്ലോണം മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ ചിക്കൻ്റെ അച്ചാർ ഇടുമ്പോൾ ഏറ്റവും നല്ലത് അതിൻ്റെ എല്ലൊക്കെ സെപ്പറേറ്റ് ചെയ്തിട്ട് ചെയ്യുന്നതായിരിക്കും ഏറ്റവും നല്ലത്. അപ്പോൾ നമ്മൾ അങ്ങനെ സെപ്പറേറ്റ് ചെയ്തെടുത്തതാണ്. നല്ലോണം കൈവച്ച് പൊടിയൊക്കെ അതിൻ്റെ എല്ലാ സൈഡിലേക്കും ആകുന്ന രീതിയിൽ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ചിക്കൻ കഴുകിയെടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട, ഒട്ടും വെള്ളമില്ലാത്ത രീതിക്ക് നന്നായിട്ട് പിഴിഞ്ഞെടുത്തതിന് ശേഷം വേണം ഈ പൊടികളൊക്കെ ആഡ് ചെയ്ത് മിക്സ് ചെയ്ത് വെക്കാനായിട്ട്. അപ്പോൾ നല്ലോണം മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഒരു 1 മണിക്കൂർ നേരത്തേക്ക് നമുക്കിത് മാറ്റി വയ്ക്കാം. നമ്മൾ സെപ്പറേറ്റ് അച്ചാർ പൊടിയൊന്നും ചേർക്കാത്തതുകൊണ്ട് ഇതിലേക്ക് നമ്മൾ ഉലുവയും കടുകൊക്കെ പൊടിച്ച് ചേർക്കാണ് ചെയ്യണം. അപ്പോൾ ഉലുവയും കടുകും നമുക്കൊന്ന് ചൂടാക്കി എടുത്തിട്ട് പൊടിച്ചെടുക്കാം. 1 ടേബിൾ സ്പൂണോളം ഉലുവയും 1/2 ടേബിൾ സ്പൂണോളം കടുകും എടുത്തിട്ടുണ്ട്. ഇതിൽ നിന്ന് നമ്മൾ പൊടിച്ച് കഴിയുമ്പോൾ കുറച്ച് മാത്രമേ നമ്മൾ അച്ചാറിലേക്ക് ചേർക്കുന്നുള്ളൂ. നമുക്ക് മിക്സിയിൽ ജാറിൽ പൊടിച്ചെടുക്കാൻ എളുപ്പത്തിനാണ് കൂടുതൽ നമ്മൾ ചൂടാക്കി എടുക്കുന്നത്. അപ്പോൾ അതിൻ്റെ കളർ ജസ്റ്റ് ഒന്ന് മാറുന്ന ആ ഒരു ടൈമിൽ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാവുന്നതാണ്. ചീനച്ചട്ടിയിലേക്ക് വെറുതെ ചേർത്ത് കൊടുത്താൽ മതി നമ്മുടെ ഉലുവയും കടുകും. ഒന്ന് എന്നിട്ട് ജസ്റ്റ് മിക്സ് ചെയ്ത് കൊടുക്കുക. കടുകൊക്കെ അപ്പോൾ ഒന്ന് നന്നായിട്ട് പൊട്ടി വരും, ഉലുവയുടെ കളർ ഒന്ന് ചേഞ്ച് ആവും. ആ ഒരു ടൈമിൽ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് അത് തണുത്ത് കഴിയുമ്പോൾ ഒരു മീഡിയം തണുപ്പ് വരുന്ന ടൈമിൽ നമുക്കതൊന്ന് പൊടിച്ചെടുക്കാം. മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ട് നല്ലോണം പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് അച്ചാറിലേക്ക് ആവശ്യമുള്ള പൊടിയാണിത് ഇതിൽ നിന്ന് നമ്മൾ എടുത്ത് ചേർക്കുന്നത്. ഇത് ഫുള്ള് നമ്മൾ ചേർക്കുന്നില്ല, അച്ചാറിന് ആവശ്യമുള്ള പൊടി മാത്രമേ ഇതിൽ നിന്ന് എടുത്ത് നമ്മൾ ചേർക്കുന്നുള്ളൂ. വേറൊരു കുപ്പിയിൽ നമുക്ക് എടുത്ത് വെക്കുകയാണെങ്കിൽ പിന്നെയും അച്ചാർ ഉണ്ടാക്കുമ്പോൾ നമുക്കതിൽ ആഡ് ചെയ്യാവുന്നതാണ്. നമ്മൾ മിക്സ് ചെയ്ത് മാറ്റി വെച്ചേക്കുന്ന ചിക്കൻ 1 മണിക്കൂറിന് ശേഷം നമുക്കതൊന്ന് നല്ലോണം വറുത്തെടുക്കണം. നമ്മളിവിടെ വെളിച്ചെണ്ണയിലല്ല ചെയ്യുന്നത്, നല്ലെണ്ണയിലാണ്. അച്ചാർ നമ്മൾ കൂടുതലും ഇടുന്നത് നല്ലെണ്ണയിലായിരിക്കും. വെളിച്ചെണ്ണയിൽ ഇട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് അത് കേടായി പോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മളിവിടെ എടുത്തേക്കുന്നത് നല്ലെണ്ണയാണ്. 1/2 ലിറ്ററോളം നല്ലെണ്ണയാണ് നമ്മളിപ്പോൾ ചേർത്ത് കൊടുത്തേക്കുന്നത്. ഇതിൽ നമുക്ക് ഇറച്ചി 2ആയിട്ട് വറുത്തെടുക്കാം. ഇത്രയും എണ്ണ മതിയാവും നമുക്ക് ഫുൾ അച്ചാർ തയ്യാറാക്കി എടുക്കാനായിട്ട്. അപ്പോൾ കൂടുതൽ
എണ്ണ നമ്മൾ ഇതിലേക്ക് ചേർക്കുന്നില്ല. നല്ലെണ്ണയാണ് നമ്മൾ എടുത്തേക്കുന്നത്. 1/2 ലിറ്റർ നല്ലെണ്ണയാണ് ചേർക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ചുകൂടി കൂടുതൽ ചേർക്കണം എന്നുള്ളവർക്ക് അങ്ങനെ ചേർക്കാം. ഈ ഇറച്ചി നന്നായിട്ട് നമുക്ക് ഇതിലേക്ക് ഇട്ടിട്ട് വറുത്തെടുക്കാം. എണ്ണ നല്ലോണം ചൂടായതിന് ശേഷം അതിലേക്ക് നമ്മൾ ഇറച്ചി ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്ത് 1 മണിക്കൂർ നേരത്തേക്ക് നമ്മൾ ഇറച്ചി മാറ്റി വെച്ചായിരുന്നു. അപ്പോൾ നമ്മുടെ ആ മുളകും മഞ്ഞൾപ്പൊടിയും എല്ലാം ഇതിൽ നന്നായിട്ട് പിടിച്ചിട്ടുണ്ടാവും. ഇനി അത് നല്ലോണം ആ എണ്ണയിലിട്ട് വറുത്ത് കോരിയെടുക്കുകയാണ് നമ്മൾ ചെയ്യുന്നത്. വറുത്തെടുത്തതിന് ശേഷം നമുക്ക് ബാക്കി വരുന്ന ഇതേ എണ്ണ തന്നെയാണ് നമ്മൾ അച്ചാർ ഉണ്ടാക്കാനായിട്ടും യൂസ് ചെയ്യുന്നത്. നമ്മൾ കുറച്ച് കൂടുതൽ നാളത്തേക്ക് ഇരിക്കാവുന്ന രീതിക്ക് അച്ചാർ ഉണ്ടാക്കുമ്പോൾ ചിക്കനൊക്കെ നന്നായിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. അതിൻ്റെ ജസ്റ്റ് അതൊന്ന് ഫ്രൈ ചെയ്യാണ്ട് നല്ലോണം അത് ഡീപ്പ് ഫ്രൈ ചെയ്തെടുക്കാനായിട്ട് ശ്രദ്ധിക്കണം. നമ്മളിവിടെ ഒരു 4 കിലോ ചിക്കൻ എടുത്തപ്പോഴാണ് അതിൽ നിന്ന് 2 കിലോയോളം നമുക്ക് ഇറച്ചി ഭാഗം മാത്രമായിട്ട് കിട്ടിയത്. അപ്പോൾ അത്രയും എടുത്താൽ മാത്രമാണ് ഈ ഒരു രീതിക്ക് ചിക്കൻ കഷ്ണങ്ങൾ മാത്രമായിട്ട് കിട്ടുള്ളൂ. നല്ലോണം ഇത് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ ഇത് നല്ലോണം ഫ്രൈ ചെയ്ത് കഴിയുമ്പോൾ അതിലുള്ള വെള്ളത്തിൻ്റെ കണ്ടൻറ്റൊക്കെ പോയിട്ട് ഇറച്ചി നല്ലോണം ചുരുങ്ങി വന്നിട്ടുണ്ടാവും. നല്ലൊരു ഗോൾഡൻ കളറും ആയിട്ടുണ്ടാവും. അപ്പോൾ നമ്മുടെ ചിക്കൻ്റെ കളറൊക്കെ ഒന്ന് ചേഞ്ച് ആയിട്ട് വന്നിട്ടുണ്ട്. കുറച്ച് നേരം കൂടി നമുക്കൊന്ന് ഫ്രൈ ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്കത് കോരിയെടുക്കാം. ബാക്കിയുള്ള ചിക്കനും കൂടെ ഇതേ എണ്ണയിലേക്കൊക്കെ ഇട്ട് കൊടുത്തിട്ട് നമുക്ക് ഇതുപോലെ തന്നെ ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ നല്ലോണം നമ്മുടെ കളറൊക്കെ ചിക്കൻ്റെ മാറി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊരു അരിപ്പത്തവി വെച്ച് കോരി എണ്ണയൊന്നും ഇല്ലാത്ത രീതിക്ക് കോരിയെടുത്ത് മാറ്റി വയ്ക്കാം. നമ്മളൊരു ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ടാണ് ചിക്കൻ വറക്കാനിട്ടത്. അപ്പോൾ ലാസ്റ്റ് അതൊരു കളറൊക്കെ ചേഞ്ച് ആയി വരുമ്പോൾ അതൊരു മീഡിയം ഫ്ലെയിമിലേക്ക് നമ്മൾ മാറ്റിയിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ ലോ ഫ്ലെയിമിൽ ഇട്ടിട്ടാണ് അതൊന്ന് കോരിയെടുക്കുന്നത്. അല്ലെങ്കിൽ അതിൻ്റെ സൈഡൊക്കെ പെട്ടെന്ന് കരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. നമ്മളിതിൽ പൊടികളൊക്കെ ചേർക്കുന്ന കാരണം പെട്ടെന്ന് തന്നെ അത് കരിഞ്ഞു പോകാനായിട്ട് സാധ്യതയുണ്ട്. അപ്പോൾ നമ്മൾ മാറ്റി വെച്ചേക്കുന്ന ബാക്കി ചിക്കൻ കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നമുക്ക് അതുപോലെ തന്നെ വറുത്തെടുത്ത് കോരി മാറ്റി വയ്ക്കാം. ഇതൊരു സിമ്പിൾ അച്ചാർ റെസിപ്പിയാണ്. ഈ ഒരു പ്രോസസ്സിൽ ഇത്തിരി ഒരു ബുദ്ധിമുട്ട് നമുക്ക് തോന്നുന്നത് ആ എല്ലും ഇറച്ചിയും കൂടെ സെപ്പറേറ്റ് ചെയ്തെടുക്കുന്ന ആ ഒരു പ്രോസസ്സ് മാത്രമേ ഉള്ളൂ. ബാക്കിയൊക്കെ നമുക്ക് സിമ്പിളായിട്ട് തന്നെ തയ്യാറാക്കാവുന്നുള്ളൂ. നമ്മൾ ഫുൾ ഇറച്ചി കോരി മാറ്റിയെടുത്ത് വെച്ചിട്ടുണ്ട്. നല്ലോണം എണ്ണയിലിട്ട് ഡീപ്പ് ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു സൈസിലായിരിക്കും നമുക്ക് ഇറച്ചി കിട്ടുന്നത്. നമ്മൾ ഇനി കുറച്ചുകൂടി കട്ട് ചെയ്യുകയാണെങ്കിൽ കുറച്ചുകൂടി ചെറുതായിട്ട് നമുക്ക് അച്ചാറിനകത്തേക്ക് വരും. അപ്പോൾ നമ്മൾ ഈ ഒരു സൈസിലാണ് നമ്മൾ തയ്യാറാക്കി എടുത്തേക്കുന്നത്. അപ്പോൾ ഇറച്ചി കഷ്ണങ്ങൾ കുറച്ചുകൂടിയും ചെറുതായിട്ട് വേണം എന്നുള്ളവർക്കാണെങ്കിൽ കുറച്ചുകൂടിയും ചെറുതായിട്ട് വേണമെങ്കിൽ ഇത് കട്ട് ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ നമ്മൾ ഫുൾ ഇറച്ചി അങ്ങനെ വറുത്ത് കോരി മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് അച്ചാറിനുള്ള ബാക്കി കാര്യങ്ങൾ തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ നമ്മൾ ഇറച്ചി വറുത്തെടുത്ത അതേ എണ്ണ തന്നെയാണ് ഇതിനു വേണ്ടി യൂസ് ചെയ്യുന്നത്. അതിൽ നിന്നും പൊടിയൊക്കെ മാറ്റിയിട്ട് ബാക്കിയുള്ള എണ്ണ മാത്രമായിട്ട് ചീനച്ചട്ടിയിലേക്ക് ഒഴിച്ചിട്ടുണ്ട്. ഇനി നിങ്ങൾക്ക് എണ്ണ കുറവായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി നല്ലെണ്ണ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഞാൻ ഇതേ എണ്ണയിൽ തന്നെയാണ് ചെയ്യുന്നത്. എണ്ണ നല്ലോണം ചൂടായതിന് ശേഷം നമ്മൾ അതിലേക്ക് 3 ഇൻഗ്രീഡിയൻസ് ആണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. വെളുത്തുള്ളി, ഇഞ്ചി, കറിവേപ്പില. വെളുത്തുള്ളി 2ആയിട്ട് കട്ട് ചെയ്തിട്ടുള്ളൂ. ചെറുതായിട്ടൊന്നും ഇതിലേക്ക് കട്ട് ചെയ്തെടുത്തിട്ടില്ല. ജസ്റ്റ് 2ആയിട്ട് കട്ട് ചെയ്ത് മാത്രം എടുത്തിട്ടുള്ളൂ. ഇഞ്ചി 2 വലിയ കഷ്ണം എടുത്തിട്ടുണ്ട്. അത് ചെറുതായിട്ട് കട്ട് ചെയ്ത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ കറിവേപ്പിലയും കൂടെ അതിലേക്ക് നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ അച്ചാറാവുമ്പോൾ അതിൽ കൂടുതൽ വെളുത്തുള്ളി ചേർക്കുന്നത് നല്ലതാണ്. കൂടുതൽ ടേസ്റ്റൊക്കെ കിട്ടും. അപ്പോൾ നമ്മളിതിൽ കൂടുതൽ വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. ഒരു 1/4 കിലോളം വെളുത്തുള്ളി നമ്മളിതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇഞ്ചി 2 വലിയ കഷ്ണം അത് ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്താണ് ഇതിലേക്ക് ചേർത്തേക്കുന്നത്. ഇത്രയും നമ്മൾ ആ എണ്ണയിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി അത് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ വെളുത്തുള്ളിയുടെയൊക്കെ കളറൊന്ന് ജസ്റ്റ് ചേഞ്ച് ആവുന്ന ഒരു സ്മെല്ലൊക്കെ വരുന്ന ആ ഒരു ടൈം വരെ നമുക്കത് മിക്സ് ചെയ്ത് കൊടുത്തുകൊണ്ടിരിക്കാം. ഒത്തിരി അങ്ങോട്ട് ഡീപ്പായിട്ട് കളർ ചേഞ്ച് ആവേണ്ട. ഒരു ജസ്റ്റ് കളർ ഒന്ന് ചേഞ്ച് ആവുന്ന ഒരു പച്ചക്കുത്തൊക്കെ ഒന്ന് മാറുന്ന ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും പച്ചക്കുത്ത് മാറുന്ന ആ ഒരു ടൈം വരെ നമുക്കത് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതൊന്ന് കളറൊന്ന് ചേഞ്ച് ആവുന്ന ആ ഒരു ടൈമിൽ നമുക്കിതിൻ്റെ അച്ചാറിലേക്ക് ആവശ്യമുള്ള പൊടികളൊക്കെ ഒരു പാത്രത്തിലേക്ക് എടുത്ത് വെക്കുകയാണെങ്കിൽ അത് കുറച്ചുകൂടി എളുപ്പമായിരിക്കും. അപ്പോൾ ഒരു പാത്രത്തിലേക്ക് നമ്മൾ 1/2 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി ചേർക്കുന്നുണ്ട്. അതിലേക്ക് 1 ടേബിൾ സ്പൂണോളം മുളക് പൊടി ചേർക്കുന്നുണ്ട്. 1/2 ടീസ്പൂണോളം കാശ്മീരി പൊടിയും കൂടെ അതിലേക്ക് ചേർക്കുന്നുണ്ട്. നേരത്തെ നമ്മൾ പൊടിച്ചു മാറ്റി വെച്ചിരിക്കുന്ന കടുകും ഉലുവ അതിൽ നിന്നും നമ്മൾ 1/2 ടീസ്പൂണോളം പൊടിയും കൂടെ അതിലേക്ക് ചേർക്കുന്നുണ്ട്. നേരത്തെ നമ്മൾ ചിക്കന് ആവശ്യമുള്ള പൊടികൾ മാത്രമായിരുന്നു ചേർത്തായിരുന്നത്. ഇതിലേക്ക് നമ്മൾ കൂടുതൽ അച്ചാർ ആകുമ്പോൾ കൂടുതൽ മുളക് പൊടി നമ്മൾ ചേർക്കും. പച്ചമുളകൊന്നും നമ്മളിവിടെ എടുക്കുന്നില്ല. അതുകൊണ്ടാണ് നമ്മൾ കൂടുതൽ മുളക് പൊടി ചേർക്കുന്നത്. മുളക് പൊടി ഓരോരുത്തരുടെ എരിവ് എത്രത്തോളം വേണം അതനുസരിച്ച് ചേർക്കാവുന്നതാണ്.
അടുത്തായിട്ട് അച്ചാറിലേക്ക് ആവശ്യമുള്ള ചൊറുക്ക കൂടി ഇതിലേക്ക് ചേർക്കുന്നുണ്ട്. ഞാൻ ഒരു 5 ടേബിൾ സ്പൂണോളം വിനാഗിരിയാണ് ഇതിലേക്ക് എടുത്തേക്കുന്നത്. അതിലേക്ക് 1/2 കപ്പ് വെള്ളം കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അത്രയും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നമ്മളിവിടെ എടുത്തേക്കുന്നത് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ കാശ്മീരി പൊടി, 1/2 ടീസ്പൂൺ നമ്മുടെ ഉലുവയും കടുകും കൂടെ പൊടിച്ചത്, 5 ടേബിൾ സ്പൂൺ ചൊറുക്ക, 1/2 കപ്പ് വെള്ളം. ഇത്രയാണ് നമ്മൾ എടുത്തത്. ഈ വെളുത്തുള്ളിയുടെയൊക്കെ കളറ് മാറി വരുന്ന ആ ഒരു ടൈമിലാണ് നമ്മൾ ഈ പൊടികളൊക്കെ കൂടെ ഇതിലേക്ക് ചേർക്കുന്നത്. പൊടി നമുക്ക് ഡയറക്റ്റ് വേണമെങ്കിൽ എണ്ണയിലേക്ക് ചേർക്കാം. അത് പെട്ടെന്ന് തന്നെ ഓരോ പൊടികൾ നമ്മൾ എടുക്കുമ്പോൾ കരിഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ എല്ലാം കൂടെ വേറൊരു പാത്രത്തിലേക്ക് എടുത്ത് മിക്സ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് ആഡ് ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ കളറ് മാറി വരുന്നുള്ളൂ. നല്ലോണം കളറൊന്ന് ജസ്റ്റ് ഒരു ഗോൾഡിഷ് കളർ, അതിൻ്റെ പച്ചക്കുത്തൊക്കെ ഒന്ന് മാറുന്ന വരെ നമ്മളൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നേരത്തെ നമ്മൾ ചിക്കനിലേക്ക് ആവശ്യമുള്ള ഉപ്പ് ചേർത്തായിരുന്നു. അപ്പോൾ ഇനി നമുക്ക് അച്ചാറിലേക്കുള്ള ആവശ്യമുള്ള ഉപ്പും കൂടെ ചേർക്കണം. 1 ടേബിൾ സ്പൂൺ ഉപ്പും കൂടെ ഞാൻ ഇതിലേക്ക് ചേർത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു പരുവത്തിൽ നമുക്ക് ഇതിലേക്ക് പൊടികളൊക്കെ ചേർക്കാം. പൊടിയുടെ മിക്സ് ചേർക്കുമ്പോൾ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം ചേർക്കാനായിട്ട്. കാര്യം നമ്മൾ വിനാഗിരിയും വെള്ളവും എല്ലാം കൂടെ മിക്സ് ചെയ്തിട്ടുള്ളതാണ് ഇതിലേക്ക് ചേർക്കുന്നത്. അപ്പോൾ ഇത് കുറച്ചൊന്ന് തിളച്ച് വരാനായിട്ട് സാധ്യതയുണ്ട്. അതുകൊണ്ട് ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം ഇതിലേക്ക് ചേർക്കാനായിട്ട്. അപ്പോൾ നമ്മളത് ഫുള്ള് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇതിൽ കട്ടയൊന്നും ഇല്ലാത്ത രീതിയിൽ, പൊടികളൊന്നും കട്ടയായിട്ട് കിടക്കാത്ത രീതിയിൽ നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി അച്ചാറിൻ്റെ ഈ മിക്സ് ഒന്ന് തിളച്ച് വന്നതിന് ശേഷമാണ് നമ്മൾ ഇതിലേക്ക് വറുത്ത് കോരി മാറ്റി വെച്ചേക്കുന്ന ചിക്കനും കൂടെ ആഡ് ചെയ്യുന്നത്. നല്ലോണം ഈ ഒരു അച്ചാറിൻ്റെ മിക്സ് തിളച്ച് വരാനായിട്ട് നമുക്ക് വെയിറ്റ് ചെയ്യാം. നല്ലോണം തിളച്ച് വരുന്നുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് വറുത്ത് കോരി മാറ്റി വെച്ചേക്കുന്ന ചിക്കൻ കൂടെ ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഇത്രയും വെള്ളം ഉണ്ടെന്ന് ഓർത്ത് നിങ്ങളിപ്പോൾ പേടിക്കേണ്ട കാര്യം എന്താ, നമ്മൾ ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് ചെയ്യുന്ന കുറച്ച് കഴിയുമ്പോൾ നമ്മൾ ചിക്കൻ നന്നായിട്ട് ഫ്രൈ ചെയ്തെടുത്താണ്. അപ്പോൾ ചിക്കനിലേക്ക് അതിൻ്റെ ആ ചൊറുക്കയും എണ്ണയൊക്കെ കൂടെ കുറച്ചുകൂടി വലിയും. അപ്പോൾ കുറച്ച് നേരം കൂടെ ഇരുന്ന് കഴിയുമ്പോൾ അതിൻ്റെ കളറൊക്കെ ഒന്ന് ചേഞ്ച് ആവും. അപ്പോൾ എല്ലാം കൂടെ മിക്സ് ചെയ്ത് കഴിയുമ്പോൾ ആ ചൊറുക്കയുടെയൊക്കെ ഒന്ന് ആ ഒരു പച്ചക്കുത്തൊക്കെ ഒന്ന് മാറി വരാനായിട്ട് കുറച്ച് നേരം കൂടെ ഒന്ന് വെയിറ്റ് ചെയ്യാം. അതിനുശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാവുന്നതാണ്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ചൂടൊക്കെ ഒന്ന് ആറി വരുമ്പോൾ ഇതിൻ്റെ കളറൊക്കെ കുറച്ചുകൂടി ഒരു അച്ചാറിൻ്റെ ഒരു ഡാർക്ക് കളർ വരും, കുറച്ചുകൂടി ഒന്ന് തിക്നെസ്സൊക്കെ വരും. അപ്പോൾ നമ്മൾ ഈ ഒരു പരുവത്തിൽ വേണം ഫ്ലെയിം ഓഫ് ചെയ്യാനായിട്ട്. നമ്മുടെ ചിക്കൻ്റെ ഉള്ളിലേക്ക് ഇതിൻ്റെ ഗ്രേവിയൊക്കെ ഒന്ന് അബ്സോർബ് ചെയ്ത് കഴിയുമ്പോൾ കുറച്ചുകൂടി ഒരു തിക്നെസ്സും ടേസ്റ്റും ഒക്കെ വരും. അപ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്യുന്നതിന് തൊട്ട് മുന്നായിട്ട് അതിൻ്റെ ഉപ്പും അതിൻ്റെ പുളിയൊക്കെ ഒന്ന് ടേസ്റ്റ് ചെയ്യണം. അപ്പോൾ കൂടുതൽ നാളെ ഇരിക്കാനായിട്ട് കുറച്ച് ഉപ്പ് കൂടുതൽ ചേർക്കുന്നത് നല്ലതായിരിക്കും. അപ്പോൾ അതൊക്കെ ഒന്ന് ടേസ്റ്റ് ചെയ്തിട്ട് കറക്റ്റാണെന്ന് കണ്ടു കഴിയുമ്പോൾ അതൊന്നുകൂടി നല്ലോണം ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാവുന്നതാണ്. അപ്പോൾ എല്ലാം നല്ലോണം നമ്മൾ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. നല്ലോണം തിക്കായിട്ട് നമ്മുടെ അച്ചാർ ഫ്ലെയിം ഓഫ് ചെയ്യാണ്ട് കുറച്ചുകൂടി ഈ ഒരു പരുവത്തിൽ ഇത്രയും ലൂസുള്ള രീതിക്ക് വേണം നമ്മൾ തയ്യാറാക്കിയെടുക്കാൻ. അപ്പോൾ നമ്മുടെ അച്ചാർ ഇവിടെ നല്ലോണം ചൂടാറിയൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ അത് കുറച്ചുകൂടിയും തിക്കായി അതിൻ്റെ കളറൊക്കെ കുറച്ചൊരു ഡാർക്കൻ കളറായി വന്നിട്ടുണ്ട്. അപ്പോൾ നല്ല ടേസ്റ്റ് ആയിട്ടുള്ള ചിക്കൻ അച്ചാറാണ്. സിമ്പിളായിട്ട് തന്നെ നമ്മൾ തയ്യാറാക്കിയ അച്ചാർ പൊടിയോ വേറെ ഇൻഗ്രീഡിയൻസ് ഒന്നും നമ്മൾ ഇതിൽ ആഡ് ചെയ്തിട്ടില്ല. അപ്പോൾ സിമ്പിളായിട്ട് തന്നെ നമുക്ക് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ഒരു അച്ചാർ നമുക്ക് വീട്ടിൽ തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ ചിക്കൻ അച്ചാർ ട്രൈ ചെയ്ത് നോക്കാത്തവർ ഇനിയൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഈ ഒരു മെത്തേഡിൽ ചെയ്യുക. അച്ചാർ പൊടിയൊക്കെ യൂസ് ചെയ്യാണ്ട് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ നല്ല ടേസ്റ്റ് ആയിട്ടുള്ള അച്ചാറാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുമെന്ന് വിശ്വസിക്കുന്നു. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, മറ്റുള്ളവർക്കും കൂടെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. താങ്ക്സ് ഫോർ വാച്ചിങ്.